أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم الذين كفروا وصدوكم عن المسجد الحرام والهدي معكوفا أن يبلغ محله، ولولا رجال مؤمنون ونساء مؤمنات لم تعلموهم أن تطؤوهم فتصيبكم منهم معرة بغير علم، ليدخل الله في رحمته من يشاء. لو تزيلوا لعذبنا الذين كفروا منهم عذابا أليما. إذ جعل الذين كفروا في قلوبهم الحمية حمية الجاهلية، فأنزل الله سكينته على رسوله وعلى المؤمنين وألزمهم كلمة التقوى وكانوا أحق بها وأهلها، وكان الله بكل شيء عليما. لقد صدق الله رسوله الرؤيا بالحق، لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون، فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. وقد نهى المصطفى عنه لما غاله من الغلو إلى الإفراط في الندم.
قد أسكت المصطفى البنتين من صفة قد قالتاها لما فيها من التهم وتنشدون وأنتم في جهالتكم أن الإله برى الأكوان من عدمي لولا الرسول لكان الكون منعدما هذه المصيبة قد أربت على الأمم ومن علوم رسول الله وأسفا علم الإله وما في اللوح والقلم والله لو سمع المختار قولكم هذا لأركسكم في مارج الضرم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൊയിലാണ്ടിക്കടുത്ത് കൊല്ലത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ആദർശ സമ്മേളനത്തിന്റെ സമാപനത്തിലാണ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഞാനും നിങ്ങളുമെല്ലാം സന്നിഹിതരായിട്ടുള്ളത്. പൈതൃകം മറന്ന മുസ്ലിം സമൂഹം എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. റഹമുർ-റാഹിമീനായ നാഥൻ സന്മാർഗത്തിന്റെ ശബ്ദം എന്നെന്നും കേൾപ്പിക്കുവാനും കേൾക്കുവാനും അതനുസരിച്ചുള്ള ജീവിതത്തിനും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവന്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പൈതൃകം അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യവും വിശ്വസിക്കുവാനും ആചരിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ വളരെയേറെ അനിവാര്യമായ ഒരു കാര്യമാണ്. താൻ വിശ്വസിക്കുന്ന, ആചരിക്കുന്ന, പ്രവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ ഓരോന്നിനും വളരെ കണിശവും കൃത്യവുമായ ഇസ്ലാമികമായ പാരമ്പര്യവും പൈതൃകവും ഉണ്ടായിരിക്കണം എന്നത് മുസ്ലിമീങ്ങളായ നാം എല്ലാവരും ഗ്രഹിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പൈതൃകത്തിന്റെ കേന്ദ്രം അന്വേഷിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? എത്ര കാലഘട്ടം മുമ്പിലേക്കാണ് പോകേണ്ടത്? ഇസ്ലാമികമായി നാം ഒരു കാര്യം ആചരിക്കുന്നു, അനുഷ്ഠിക്കുന്നു, വിശ്വസിക്കുന്നു. അതിനെ നമ്മുടെ ഉപ്പാപ്പമാരുടെ കാലഘട്ടത്തിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കി, അതല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നതെങ്കിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ മുസ്ലിമിന്റെ ബാധ്യത അവസാനിക്കുമോ ഇല്ലേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇവര് ഉപ്പാപ്പമാരെ തള്ളിപ്പറയുന്ന ടീമാണ്. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള സർവരെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഈ ഭാഗമാണ് എന്നൊരു പരാതി പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പലരും അവർക്കറിയാം ആ പറയുന്നത് സത്യമല്ല എന്ന് അറിഞ്ഞിട്ടും അങ്ങനെ തന്നെ സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ പ്രസംഗിക്കുകയും എഴുതുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സഹോദരങ്ങളെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യത്തിന് എത്രയാളുടെ പിൻബലമുണ്ട് എന്നത് വിഷയമേ അല്ല. ഈ ലോകത്തൊട്ടാകെ പരിശോധിച്ചു നോക്കിയാൽ തിന്മക്കാണ് മുൻതൂക്കമുള്ളതെന്നും
തിന്മക്കാണ് ധാരാളക്കണക്കിന് പ്രചാരമുള്ളതെന്നും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്വയ്യിബു വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. നബിയെ പറഞ്ഞു കൊടുക്കൂ, തിന്മയും അതുപോലെ തന്നെ നന്മയും, നല്ലതും ചീത്തയും ഒന്നും ഒരിക്കലും സമമാവുകയില്ല. ചീത്തയുടെ ആധിക്യം നിന്നെ എത്ര ആശ്ചര്യപ്പെടുത്തിയാലും ശരി, ഒരിക്കലും തിന്മയുടെ ആധിക്യം കണ്ടുകൊണ്ട്, ചീത്തയുടെ ആധിക്യം കണ്ടുകൊണ്ട്, ചീത്തയുടെ വളർച്ച കണ്ടുകൊണ്ട് നീ ആശ്ചര്യപ്പെടണ്ട. ധാരാളക്കണക്കിന് അതിന്റെ പ്രചാരകരെ കണ്ടുകൊണ്ട് ആശ്ചര്യപ്പെടണ്ട. വഇൻ തുതിഉ അക്സറ മൻ ഫിൽ അർദി യുദില്ലൂക അൻ സബീലില്ലാഹ്. ഭൂമിയിലുള്ള മഹാഭൂരിപക്ഷത്തെയും നീ അനുസരിക്കുകയാണെങ്കിൽ, ഭൂരിപക്ഷം ആളുകൾ ഏതിന്റെ പിന്നാലെയാണെന്ന് നോക്കിയിട്ട് അതാണ് ഞാനും വിശ്വസിക്കേണ്ടത്, ആചരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നെങ്ങാനും നീ കണക്ക് കൂട്ടുകയാണെങ്കിൽ, ഭൂരിപക്ഷത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, യുദില്ലൂക അൻ സബീലില്ലാഹ്, ആ ഭൂരിപക്ഷം ജനങ്ങളും നിന്നെ നയിക്കുന്നത് അല്ലാഹുവിന്റെ യഥാർത്ഥമായ മാർഗത്തിലേക്കാവില്ല. അള്ളാന്റെ മാർഗത്തിൽ നിന്നവർ നിന്നെ പിഴപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് മടങ്ങാനുള്ളത് എത്ര കാലം പിറകോട്ടാണ്, എത്ര കാലം പിറകോട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മുടേതായ കാര്യങ്ങൾക്കുള്ള പൈതൃകം തിരയേണ്ടത്. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, വഇദാ ഖീല ലഹും തആലൗ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂൽ. അവരോട് പറയപ്പെട്ടാൽ, ആ ജനങ്ങളോട് പറയപ്പെട്ടാൽ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അവിടുന്നതാ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണിക്കുന്ന സന്ദർഭത്തെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. നീ അവരോട് പറയപ്പെട്ടാൽ, തആലൗ വരുവീൻ ജനങ്ങളെ, ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് വരൂ. അഥവാ അതിലേക്കാണ് ഇന്നും ക്ഷണിക്കുന്നത്, എന്നും ക്ഷണിക്കപ്പെടേണ്ടത് അതിലേക്കാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരെയും നമുക്ക് ക്ഷണിക്കാനുള്ളത് അങ്ങോട്ടാണ്. വരൂ ജനങ്ങളെ, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങളിലേക്ക് വരൂ. ഇത് പറയപ്പെട്ടു കഴിഞ്ഞാൽ പണ്ടേ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അതെന്താണ് ആ സ്വഭാവം? അല്ലാഹു പറയുന്നു, ഖാലൂ, ആ ജനങ്ങൾ പറഞ്ഞു, ഹസ്ബുനാ, ഞങ്ങൾക്ക് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പൂർവപിതാക്കളെ, ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാര് ഞങ്ങളേതൊന്നിലാണോ കണ്ടത് അത് മതി ഞങ്ങൾക്ക്. അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളോടത് പറയണ്ട. ഞങ്ങൾക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കാനും ആചരിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ എമ്പാടും ഞങ്ങളുടെ പൂർവീക പിതാക്കൾ ചെയ്തു വെച്ചു പോയതുണ്ട്, അവർ മനസ്സിലാക്കി തന്നതുണ്ട്, അത് മതി ഞങ്ങൾക്കെന്ന് പറയുന്നു. ഇതിനെപ്പറ്റി അല്ലാഹു തആല പിന്നീട് എന്താ പറയുന്നത്? അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈആ വലാ യഹ്തദൂൻ. അവരീ പറയുന്ന അവരുടെ പിതാക്കന്മാർ ഒന്നും അറിയാത്തവരും അതുപോലെ തന്നെ സന്മാർഗം കിട്ടിയിട്ടില്ലാത്തവരുമാണെങ്കിലോ, എന്നാലും അവരെ പിൻപറ്റണം എന്നാണോ പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുൻഗാമികൾ ചെയ്തതൊന്നും തെറ്റാണെന്നല്ല ഈ പറയുന്നത്. ഇസ്ലാമിന്റെ യഥാർത്ഥമായ സിദ്ധാന്തങ്ങളോട് യോജിച്ചുകൊണ്ട് ആര് ചെയ്താലും അത് മുൻഗാമികളാണെങ്കിലും പിൻഗാമികളാണെങ്കിലും ഉള്ളത് തന്നെയാണ്. ഏതാണ് മാനദണ്ഡം? ഇലാമാ അൻസലല്ലാഹു വഇലർ റസൂൽ, അല്ലാഹു അവതരിപ്പിച്ചത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ അവിടുത്തേക്ക് വഹി കിട്ടിയപ്പോൾ അവിടുന്ന് ഈ ലോകത്തോട് പറഞ്ഞത്, ആ കൃത്യമായ പാതയുണ്ടല്ലോ,
ആ പാതക്കാണ് നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ റബ്ബിനോടതാ തേടിക്കൊണ്ടിരിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിച്ചാലും റബ്ബേ. ഏതാണ് ആ നേരായ മാർഗം? ഞങ്ങൾക്കുള്ള പൈതൃകം എങ്ങോട്ടാണ്? ഞങ്ങളുടെ പാരമ്പര്യം ആരിലേക്കാണ് മടങ്ങുന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ വഴി, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്തു. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാനെയും അവന്റെ റസൂലിനെയും ആര് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അവർക്ക് നാളെ പരലോകത്തതാ സ്വർഗത്തിൽ കൂട്ടുകാരായി കിട്ടാൻ പോകുന്ന നേതാക്കന്മാര് അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സാലിഹീങ്ങളാണ്. ഈ നാല് കൂട്ടരെയും പറയുന്നതിന്റെ ആമുഖമായി അല്ലാഹു പറയുന്നത് ഉലൈകല്ലദീന അൻഅമല്ലാഹ്, അവരാരാണ്? അക്കൂട്ടരായ ആളുകൾ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന, അള്ളാന്റെ അനുഗ്രഹം കിട്ടിയ നേതാക്കന്മാരാണ്. ആ വഴിയാണ്, ആ മാർഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കുന്നത്. അതേ അവസരത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അള്ളാഹുവിന്റെ ശാപത്തിനും അവന്റെ ലഅനത്തിനുമൊക്കെ വിധേയരായ വഴി പിഴച്ചുപോയ ഒരുപാട് കക്ഷികളുണ്ട്. അവരിൽ ഏറ്റവും പ്രഥമസ്ഥാനീയർ യഹൂദികളാണ്, നസറാണികളാണ്. ആ മാർഗം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് പ്രവാചകന്മാരുടെ പാതയാണ്, ശുഹദാക്കളുടെ പാതയാണ്, സിദ്ദീഖീങ്ങൾ അഥവാ സത്യസന്ധരായി ജീവിച്ച മഹാന്മാരുടെ പാതയാണ്, സാലിഹീങ്ങളായി ജീവിച്ച നല്ലവരായ മഹാന്മാരുടെ പാതയാണ്. ആ പാത എന്താണെന്ന് ഗ്രഹിക്കലാണ് മുസ്ലിമിന്റെ പൈതൃകം അറിയാനുള്ള വഴി അത് മാത്രമാണ്. അവരൊക്കെ ജീവിച്ച റൂട്ട് ഏതാണോ, അവര് കാണിച്ചു തന്ന റൂട്ട് ഏതാണോ, അതാണ് നമുക്ക് ഇസ്ലാം എന്ന് പറയുന്ന ദീനായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും ആചരിക്കാനുമുള്ളത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. അതിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് മറ്റുള്ള വഴികളിലേക്ക് പോകാതെ വളരെ ഉറച്ചു നിന്നാലേ രക്ഷപ്പെടുകയുള്ളൂ, അതല്ലെങ്കിൽ നഷ്ടമാണ്. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാമിന്റെ സുന്ദരമായ ഈ പാത വിട്ടുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും മറ്റൊരു വഴിയെ ഒരാൾ അന്വേഷിച്ചു പോയാൽ, അത് ഭൂരിപക്ഷം പറഞ്ഞുകൊണ്ടാണെങ്കിലും, തന്റെ വാപ്പ-ഉപ്പാപ്പമാര് നടന്ന വഴി എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും, പണക്കാരന്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിലും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ മറ്റേതെങ്കിലും സൗകര്യങ്ങളുടെ പേരിലാണെങ്കിലും, ഏത് മാനദണ്ഡം വെച്ചുകൊണ്ട് ഈ റൂട്ടിൽ നിന്ന് ആര് തെറ്റിപ്പോയാലും സ്വീകാര്യമല്ല. അവന്റെ അടുക്കലുള്ള ഒന്നും റബ്ബിന് വേണ്ട. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ വലിയ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് മഹ്ശറിൽ രക്ഷപ്പെടണം. നമുക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ ആ തീരത്ത് തന്നെ ജീവിച്ചു മരിക്കണം. അതേ പാതയിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. അതിന്റെ പ്രചാരകരാവണം, അതിന്റെ പ്രബോധകരാവണം. ഇതിന് വേണ്ടത് എന്താണ്? മുൻഗാമികളൊക്കെ ആദ്യം ചെയ്തത് അള്ളാനെ അറിയലാണ്. അള്ളാനെ ശരിക്കും അറിയലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷാമാർഗത്തിന്റെ പരമപ്രധാനമായ മാനദണ്ഡം. പല കക്ഷികളെക്കുറിച്ചും പിഴച്ചുപോയ വിഭാഗങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുമ്പോ ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കൂ, അല്ലാഹു പറയുന്നത് മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ
ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അള്ളാനെ അവർക്ക് പരിചയമില്ലെന്നല്ല റബ്ബ് പറയുന്നത്. അല്ലാ എന്ന പേര് പലരും പറയുന്നുണ്ട്, പല കാലഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട്, പലരും ആ പേര് ഉച്ചരിച്ചിട്ടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമാകുമോ? ഇസ്ലാമിലേക്ക് ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടുമോ? ഇല്ല. ഹഖ്ഖ ഖദ്രിഹി, അള്ളാനെ എങ്ങനെ മനസ്സിലാക്കണോ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കി തരാനാണ് അമ്പിയാക്കന്മാര് വന്നത്. ആ അമ്പിയാക്കന്മാരെങ്ങനെ റബ്ബിനെ പരിചയപ്പെടുത്തിയോ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. എന്നെന്നും ജീവിച്ചിരിക്കുന്ന നാഥനാണവൻ, എല്ലാത്തിന്റെയും നിയന്താവാണവൻ. അവന് ഉറക്കമില്ലല്ലോ, അവന് മയക്കമില്ലല്ലോ. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നാഥനെങ്ങാനും ഒന്ന് മയങ്ങിപ്പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാനുണ്ടാകുമോ? മംഗലാപുരം എയർപോർട്ടിലേക്കതാ ലാൻഡ് ചെയ്യാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയായിരിക്കെ 160 ചില്ലാനം ജീവനുള്ള ശരീരങ്ങളുമായി ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന നേരത്ത് അതിന്റെ മുന്നോടിയായിട്ടൊരല്പസമയം ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ആ ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൈലറ്റതാ ഒന്ന് മയങ്ങിപ്പോയി, ഒന്നുറങ്ങിപ്പോയി. മൂക്കുകുത്തിക്കൊണ്ട് ആ പ്ലെയിനാകെ പൊട്ടിത്തെറിക്കുകയാണ്. എത്ര ജീവനാണ് അവിടെ പൊലിഞ്ഞു പോയത്. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നാഥനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവന് തൂങ്ങിയുറക്കമില്ല, അവന് മയക്കമില്ല, ഉറക്കവും ഇല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. മരിക്കുന്നവരിലാകാൻ കൊള്ളില്ലല്ലോ. അതാ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരാൾ ദൈവമതാ 96 മരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴും അയാൾ പറഞ്ഞത് 96 മരിക്കും എന്നാണ്. ആ പ്രവചനം പോലും പാലിക്കാനാവാതെ 86 ഈ ലോകം വിട്ടില്ലേ. മാത്രമല്ല നിസ്സഹായനായി ഒരു ശ്വാസം വലിക്കാനുള്ള കഴിവ് പോലുമില്ലാതെ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി അതാ ശ്വാസം വലിക്കാൻ കഴിയാതെ ദിവസങ്ങളോളം കിടന്ന് നരകിച്ച ഒരു മനുഷ്യനെ ആൾ ദൈവമായി കൊണ്ട് നടക്കാനും ലോകത്താളുണ്ടല്ലോ. അയാളുടെ കാൽക്കൽ നേർച്ച സമർപ്പിക്കാൻ ആളുണ്ടായിട്ടല്ലേ 45,000-ഓളവും അതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം കോടിയുടെയൊക്കെ ആസ്തിയുണ്ട് ഈ ആൾ ദൈവത്തിനെന്ന് പറയാൻ കാരണം മനുഷ്യന് ചിന്തയില്ല, മനുഷ്യന് ബുദ്ധിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിലെ അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, പടച്ച തമ്പുരാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്തേതെന്ന് ചോദിച്ചാൽ അത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസിയുടെ മഹത്വം സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നാമതാ നമ്മുടെ 5 നേരത്തെ നമസ്കാരത്തിന്റെ പിറകെയും ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ മറന്നു പോകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഉറങ്ങുന്നതിന്റെ മുമ്പ് പ്രിയപ്പെട്ടവരെ ആയത്തുൽ കുർസി പാരായണം ചെയ്യാതെ കണ്ട് ഉറങ്ങിപ്പോകരുത്. വളരെയേറെ പ്രാധാന്യമുള്ള ആ തൗഹീദിന്റെ വലിയ ആദർശം പഠിപ്പിക്കുന്ന വചനത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികവരാരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന ചോദ്യം മനുഷ്യന്റെ മനസ്സിലെങ്ങാനും വന്നാൽ ആദ്യം തന്നെ റബ്ബ് പറയുന്നത് അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ ഇലാഹാകാൻ കൊള്ളുകയുള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്നവനെ ഇലാഹാകാൻ കൊള്ളുകയുള്ളൂ. മയങ്ങാത്തവനെ ഇലാഹാകാൻ പറ്റുകയുള്ളൂ. ഉറങ്ങാത്തവനെ ഇലാഹാകാൻ ഒക്കുകയുള്ളൂ. ഈ നിലക്കുള്ള ഒരുപാട് ഗുണങ്ങൾ തുടക്കത്തിലേ പറഞ്ഞില്ലേ. അങ്ങനെ റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലാഹുവാണ് ഖാലിഖ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെന്തേ ചിന്തിക്കാതെ പോയത്? യാ അയ്യുഹന്നാസ് ദുരിബ മസലും ഫസ്തമിഊ ലഹു, ضرب مثل فاستمعوا له إن الذين تدعون من دون الله
ലൻ യഖ്ലുഖൂ ദുബാബാ വലൗ ഇജ്തമഊ ലഹു വഇൻ യസ്ലുബുഹുമു ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു ളഅഫ ത്വാലിബു വൽ മത്ലൂബ്. ജനങ്ങളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ഉപമ എന്ന ആമുഖത്തോട് റബ്ബ് പറയാണ്, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും, അതാരെയാണെങ്കിലും, ബാബയെയാണെങ്കിലും അമ്മയെയാണെങ്കിലും, ഇനി അതാ ഏത് സ്ഥലത്ത് മറപെട്ട് കിടക്കുന്നവരാരായിരുന്നാലും ആരെയാണെങ്കിലും, ഖബറിന്റെ അകത്ത് ആളെ മറവാടട്ടെ, കേവലം പൊങ്ങി വന്ന ഖബറാകട്ടെ, എവിടെ എന്ത് പേരിൽ നിങ്ങൾ പടച്ച റബ്ബല്ലാത്തവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടവർക്ക് ആ ദുആ തന്നെയല്ലേ അവർക്കുള്ള ഇബാദത്ത്. അത് നിർവഹിക്കുന്നവര് മനസ്സിലാക്കട്ടെ, നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരായാലും ലൻ യഖ്ലുഖൂ ദുബാബാ, ഒരിച്ചയെപ്പോലും അവർക്ക് പടക്കാൻ സാധ്യമല്ലല്ലോ. എല്ലാവരും ഒന്നിച്ചാലും അതിന് സാധ്യമല്ലല്ലോ. ഒരീച്ച അവരുടെ ശരീരത്തിൽ നിന്ന് വല്ലതും തട്ടിയെടുത്താൽ അതിനെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പോലും കഴിയാതെ തേടുന്നവനും ദുർബലനായി, തേടപ്പെടുന്നവരും ദുർബലരായി. അതുകൊണ്ട് ദഈഫുകളായ ആളുകളോട് തേടുന്നു, കഴിവില്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിങ്ങളുടെ വിളി എങ്ങനെ കേൾക്കാൻ സാധിക്കും? നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ലല്ലോ. ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവരുടമപ്പെടുത്തിയവരല്ലല്ലോ. ഇൻ തദഉഹും ലാ യസ്മഊ ദുആക്കും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുന്നതല്ല. ഇനി കേട്ടു എന്ന് ആരെങ്കിലും ഏതെങ്കിലും നിലക്കൊന്ന് വാദിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും പ്രയോജനമില്ല. എന്താ കാരണം? എന്തിനാ പൈ മരിച്ചവര് കേൾക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? എന്തിനാ കേൾക്കുന്നത്? ഇവിടെ എന്തിനാ സ്ഥാപിക്കുന്നത്? ആ പാറപ്പള്ളിയിൽ പോയാൽ നമുക്ക് അവിടെ പോയി ചോദിക്കുമ്പോൾ ഉടനെ ഉത്തരം കിട്ടും. അവിടെയുള്ള ഔലിയാ കിണറിന്റെ സമീപത്ത് പോയി തേടിയാൽ ഉടനെ അവിടെ നിജാബത്തുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് പോയി ചോദിച്ചാൽ ഉടനെ ഉത്തരമുണ്ടെന്നല്ലേ. വലൗ സമിഉ മസ്തജാബൂ ലക്കും, ഇനി കേട്ടു എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ, ആ പ്രയോഗം തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സംഗതിയാണ്. അത് കേൾക്കില്ല. ഇനി കേട്ടു എന്നങ്ങ് വെക്കുക എന്നാൽ തന്നെയും ഉത്തരം നൽകില്ല. ഇസ്ലാം വളരെ കണിശമായി പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയവരാണ് അമ്പിയാക്കൾ, ഇത് മനസ്സിലാക്കിയവരായിരുന്നു ഇസ്ലാമിൽ കഴിഞ്ഞുപോയ ശുഹദാക്കൾ, ഇത് മനസ്സിലാക്കിയവരായിരുന്നു സിദ്ദീഖീങ്ങൾ, ഇത് മനസ്സിലാക്കിയവരായിരുന്നു മുഴുവൻ സാലിഹീങ്ങളും. ആ സാലിഹീങ്ങളായ ആളുകൾ മുഴുവനും അതാ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരാണ്. ഇന്ന് ജനങ്ങൾ ആരോടൊക്കെ തേടുന്നുവോ, മുൻകാലത്ത് ഏതൊക്കെ മഹാന്മാരോട് തേടിയോ, ആ മഹാന്മാര് പോലും റബ്ബിനെ ഭയപ്പെടുകയും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്തവരാണ്. അതേ പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നത് യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അല്ലാഹുവിന്റെ റഹ്മത്തിനെ അവർ ആഗ്രഹിക്കുന്നവരാണ്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. ആ നിലക്ക് ജീവിച്ചു കഴിഞ്ഞുപോയ മഹാന്മാര്, അവരോട് നിങ്ങൾ തേടിയിട്ടെന്ത് പ്രയോജനം? അവർക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, അവർക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. ഇത് ശരിക്കും അറിയുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്തവരായിരുന്നു ഇസ്ലാമിന്റെ മഹാന്മാരായ പൂർവീകരായ അമ്പിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും. ആ ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൈതൃകം എവിടെയാ എത്തിച്ചേരുന്നത് എന്ന് മനസ്സിലായി. ഇതാണ് ആമുഖമായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്. അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖീങ്ങളുടെ, സാലിഹീങ്ങളുടെ പാത, ആ പാത അത് യഥാർത്ഥമായ റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അല്ലാത്ത റൂട്ടുകളൊക്കെ നമ്മെ നരകത്തിയിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് ശരിക്കും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, സൃഷ്ടികളായ ആളുകളെ വിളിച്ച് തേടുന്നതാണ് ഇന്ന് ലോകത്തിന്റെ വലിയ വിഷയം തന്നെ. ഇന്ന് വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇന്ന് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള വലിയ വിപത്ത് എന്താണ്? സൃഷ്ടികളോട് വിളിച്ച് തേടുകയാണ്, സൃഷ്ടികളെ വിളിച്ച് പൂജിക്കുക, ആരാധിക്കുകയാണ്, അവരെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേടുമ്പോൾ എന്താണ് അവർക്ക് ന്യായം? സൃഷ്ടാവായ അല്ലാഹുവിനോട് ചോദിക്കുന്നതെന്തും
സൃഷ്ടികളോടും ചോദിക്കാം. അള്ളാനോട് ചോദിക്കുന്നതെന്തും സൃഷ്ടികളോടും ചോദിക്കാം. പക്ഷേ എന്തേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ സ്വയം ഉള്ളതാണ്. സൃഷ്ടികളുടെ കഴിവുകളൊക്കെ മറ്റു അള്ളാഹു നൽകിയിട്ടുള്ള കഴിവാണ്. സ്വയം കഴിവ് അള്ളാഹുവിനേ ഉള്ളൂ. എല്ലാ കഴിവിന്റെയും ഉടമ അല്ലാഹ് മാത്രമാണ്. മറ്റുള്ളവർക്കെല്ലാം അവനിൽ നിന്ന് കിട്ടിയതാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ആരോടും വിളിച്ചു പ്രാർത്ഥിക്കാം. ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ന്യായം കൊണ്ട് ജനങ്ങൾ എത്തുകയാണ്. വാസ്തവത്തിൽ ഈ ന്യായം സർവലോക മുശ്രിക്കുകളുടെ പൈതൃകമാണ്. ഇത് സർവലോക മുശ്രിക്കുകളുടെ പൈതൃകമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഏത് മുശ്രിക്കാണെങ്കിലും അല്ലാഹുവിനെപ്പോലെ ഒരു പ്രത്യേകമായ അതേ കഴിവിന്റെ ഉടമയായ മറ്റൊരു ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചവരല്ല. അല്ലാഹ് കാണും പോലെ സ്വയം കഴിവുകൊണ്ട് കാണും, കേൾക്കും, അറിയും എന്ന് വിശ്വസിച്ചവരല്ല. അങ്ങനെ ലോകത്തൊരാളെയും കാണാനാവില്ല. അതേ അവസരത്തിൽ അവരൊക്കെയും അല്ലാഹു കൊടുത്തിട്ടുള്ള കഴിവ് മുഖേനയാണ് മഹാത്മാക്കൾ സഹായിക്കുക എന്ന് വിശ്വസിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള വാദങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുചെന്ന് അവസാനം എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ, എന്തിനു നമുക്ക് തേടാൻ അല്ലാഹു അല്ലാത്തവര് മതി എന്നിടത്തേക്ക് എത്തി. കാരണം എന്താണ്? നമുക്ക് തേടാൻ അർഹത, അല്ലാഹുവിനോട് തേടാൻ നമുക്ക് അർഹതയില്ല. മുസ്ലിമീങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. മുസ്ലിമേ, നമ്മൾ നിത്യവും പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അല്ലാഹുവിനോടാണ്. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ മുഴുവനും അല്ലാഹുവിനോടാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഇടക്ക് ഞാനും നിങ്ങളും ചൊല്ലിപ്പറയേണ്ടുന്ന, പ്രാർത്ഥിക്കേണ്ടുന്ന മുഴുവൻ ദിക്റുകളും പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമാണ്. നമസ്കാരത്തിന്റെ അകത്തും പുറത്തുമുള്ള ദിക്റുകൾ അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ ദുആയായിക്കൊണ്ട് പറയുന്നത്. ഇങ്ങനെ ഏതെടുത്തു നോക്കിയാലും അതാണ് വസ്തുതയെങ്കിൽ ഇപ്പോൾ ഇതാ ചിലർ പറഞ്ഞ് അങ്ങോട്ടെത്തി, നമുക്ക് അല്ലാഹുവിനോട് തേടാൻ അർഹതയില്ല. അല്ലാഹുവിനോട് തേടാൻ ഈ പ്രപഞ്ചത്തിൽ അർഹതയുള്ള ഒരേ ഒരു വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നാം തേടേണ്ടത് ആ നബിയോടാണ്. അല്ലാഹുവിനോട് തേടാനുള്ള അവകാശം നബി തങ്ങൾക്ക് മാത്രമാണ്. നമുക്ക് അല്ലാഹുവിനോട് തേടാൻ അർഹതയില്ല. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ അർഹതയില്ല. നമുക്ക് അല്ലാഹുവിനോട് തേടാൻ യോഗ്യതയില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് മനുഷ്യന്മാരെ കൊണ്ടുചെന്നെത്തിച്ചത്. അതിനെന്താണ് അവർക്ക് ന്യായം പറയാനുള്ളത്? അല്ലാഹുവിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നബി തങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. നബി തങ്ങൾ നമ്മുടെ കൂടെ മാത്രമാണ് എന്നല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മുമ്പ് അവിടുന്നതാ എല്ലാത്തിനും സാക്ഷിയാണ്. ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് ഓരോ പ്രവാചകന്മാരുടെ കാലത്തും എന്ത് നടന്നു എന്നുള്ളതിന് സാക്ഷിയാണ്. എല്ലാം കണ്ട നബിയാണ്, എല്ലാം കേട്ട നബിയാണ്, എല്ലാം അറിഞ്ഞ നബിയാണ്. എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പേ തന്നെ നബി തങ്ങൾ ഖുർആൻ അറിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഖുർആൻ പഠിച്ചയാളാണ്. പിന്നെ നബി തങ്ങൾക്ക് പിന്നെ അതാ ഔദ്യോഗികമായിട്ടൊന്ന് ജിബ്രീൽ കൊടുത്തു എന്നതല്ലാതെ അതിനെപ്പറ്റിയൊക്കെ മുമ്പേ അവിടുത്തേക്ക് വിവരമുണ്ട് എന്ന് വരെ പറഞ്ഞു വെക്കാൻ മാത്രം ഈ ലോകത്ത് ആളുണ്ടായി. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? മാ കുന്ത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറാ നഹ്ദീ ബിഹി മൻ നശാ. നബിയേ, നിങ്ങളായിരുന്നില്ല, മാ കുന്ത തദ്രീ, നിങ്ങളായിരുന്നില്ല, താങ്കൾക്ക് അറിയാമായിരുന്നില്ല നബിയേ, മൽ കിതാബു, എന്താണ് വേദഗ്രന്ഥമെന്ന്, എന്താണ് ഖുർആൻ എന്ന്, എന്താണ് ഈമാൻ എന്ന് താങ്കൾക്കറിയില്ലായിരുന്നു. അല്ലാഹു ഒരു പ്രകാശമായിട്ടത് താങ്കൾക്ക് നിശ്ചയിച്ചു തന്നതല്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നബി തങ്ങൾക്കതാ മുമ്പേ ഈ ഖുർആൻ കിട്ടിയിട്ടുണ്ടെന്ന് വരെ വാദിക്കുന്ന പിഴച്ച കക്ഷികളുള്ള ലോകത്തല്ലേ മുസ്ലിമേ നമ്മളും ജീവിക്കുന്നത്? അതുകൊണ്ട് തീർന്നുവോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു എങ്ങോട്ടാ എത്തിയത്? അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹയെല്ലാം കാണുകയാണ്, എല്ലാം റബ്ബ് കേൾക്കുകയാണ്, അല്ലാഹയെല്ലാം അറിയുകയാണ്. അല്ലാഹു അതാ നാം എവിടെയായിരുന്നാലും അതേ നമ്മെ കണ്ടുകൊണ്ട്, നമ്മെ കേട്ടുകൊണ്ട്, നമ്മുടെ വിചാരവികാരങ്ങൾ പോലും അറിഞ്ഞുകൊണ്ട് നാഥനതാ അത്യുന്നതമായ പദവിയിലാണെങ്കിലും റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ ഇതേ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞാലോ എത്ര അപകടത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ പോകുന്നത്. ഇതാ മലയാളക്കരയിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഔദാര്യത്തിന്റെ ആരാമം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം. ആ പുസ്തകത്തിലതാ മുസ്ലിയാരി എഴുതിവിടുന്നത് എന്താണെന്ന് കേട്ടോളൂ. എന്താണ് എഴുതുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളൊന്ന് കൃത്യമായി തന്നെ ഒന്ന് ആലോചിക്ക്. ഈ വരികളുടെ അപകടം എത്രയാണ്! ഈ വരികളുടെ ആശയം മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയതാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. അതുകൊണ്ടും തീർന്നില്ല, തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുന്നു. ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി കാണുകയാണ്, അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അറിയുക നിസ്സംശയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. ഇത് പറഞ്ഞിട്ട് പറയാണ്, അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്ത് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണിപ്പോൾ നിങ്ങൾ ഈ കേട്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഓരോ മുസ്ലിമിന്റെയും കൂടെ തന്നെയുണ്ട്. അതേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും കൂടെ നബി തങ്ങളുണ്ട്. അവരോരോന്ന് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം അത് നബി തങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിൽ തന്നെയുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, അറിയണേ ജനങ്ങളെ, നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളിൽ തന്നെയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ വിശദീകരിക്കുന്ന കാര്യമാണ്. അതല്ലാതെ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യരോടും നിങ്ങളൊക്കെ അറിഞ്ഞോളണം, നിങ്ങളുടെ കൂടെ തന്നെ അല്ലാഹുവിന്റെ റസൂലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതല്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അത് ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ഇല്ലാത്തത് പറയലാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിലൂടെ എന്താണ് സമർത്ഥിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എല്ലാവരുടെയും കൂടെയാണ്. അല്ലാഹ് പറഞ്ഞില്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ്. അല്ലാഹ് സമീപസ്ഥനാണ് എന്ന് പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെയും കൂടെയുണ്ടെന്നും നബി തങ്ങൾ നമ്മയെല്ലാം കാണുന്നുണ്ടെന്നും നമ്മുടെ എല്ലാ വിചാരവികാരങ്ങളും അറിയുന്നുവെന്നും
എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും മാത്രമല്ല നബി തങ്ങൾ അതാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവം കണ്ടയാളാണ്, സർവം കണ്ടുകൊണ്ടിരിക്കുന്നയാളാണ്. അതിനും തെളിവുണ്ട് പോലും. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഓ നബിയേ, താങ്കളെ നാം അയച്ചിട്ടുള്ളത് ഷാഹിദാ. ഷാഹിദിന് ഇവർ കൊടുക്കുന്ന അർത്ഥം കേട്ടോ, ഷാഹിദിന് ഇവർ കൊടുക്കുന്ന അർത്ഥം. ഇവിടെ പറഞ്ഞ ഷാഹിദ് എന്ന ഒരൊറ്റ പദം മാത്രം വിശദീകരിക്കുവാൻ വലിയൊരു ഗ്രന്ഥരചന തന്നെ നടത്തേണ്ടി വരും. ഹ്രസ്വമായി ചിന്തിച്ചാൽ തന്നെ മറ്റു തെളിവുകളുടെ യാതൊരു ആവശ്യവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ എല്ലാം സമീപത്തുണ്ടെന്ന് മനസ്സിലാക്കാം. ആയത്തോതിയിട്ട് പറയാണ് നബി തങ്ങൾ നമ്മുടെ സമീപത്തുണ്ട്, നബിതങ്ങൾ സമീപത്തുണ്ട്. കാരണം എന്താണ്? നബിതങ്ങൾ സാക്ഷിയാണെന്നല്ലേ പറയുന്നത്. ഒരാൾ സാക്ഷിയാവണമെങ്കിൽ ഏത് വിഷയത്തിലാണോ സാക്ഷി പറയുന്നത്, പ്രസ്തുത വിഷയം നടക്കുമ്പോൾ സമീപത്തുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അവിടുന്ന് അറിയാത്തതില്ല. എല്ലാം അവിടുന്ന് അറിയുന്നു, എല്ലാം അവിടുന്ന് മനസ്സിലാക്കുന്നു. അതങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കാന ഹാദിറ, അവിടുന്ന് ഹാജറായിരുന്നു. നബി തങ്ങൾ ഹാദിറായിരുന്നു. എല്ലാ അമ്പിയാക്കളുടെ സമീപത്തും ഹാദിറായിരുന്നു. അതേ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് വെളിവാകുന്നത് വരേക്കുള്ള എല്ലാ കാലഘട്ടത്തിലും അവിടുന്ന് എല്ലാത്തിനും സാക്ഷിയാണ്. എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട്. ഏത് കാര്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നുണ്ട്. അവിടുന്ന് എല്ലാ കാലഘട്ടത്തിലും ഹാദിറാണ്, എല്ലാ കാലഘട്ടത്തിലും നാദിറാണ്. നബി തങ്ങൾ ഇല്ലാത്ത ഒരു കാലം കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾ അറിയാത്ത ഒരു സംഗതി പ്രപഞ്ചത്തിൽ നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല. അങ്ങനെ എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാത്തിനും കഴിവുള്ളയാളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? الرسول عليه السلام له الخيار في طواف العالم مع أرواح الصحابة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഉലകം മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് നബി തങ്ങൾക്ക് കൂട്ടിനുള്ളത്? മഅ അർവാഹി സ്വഹാബ, സ്വഹാബാക്കളുടെ ആത്മാക്കളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റിക്കറങ്ങുന്നു എന്ന് മാത്രമല്ല, വലഖദ് റആഹു കസീറും മിനൽ ഔലിയാ, നബി തങ്ങൾ ധാരാളക്കണക്കിന് ഔലിയാക്കന്മാരെ കണ്ടിട്ടുമുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടിട്ടുമുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? നബി തങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ വിഷയം പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, വമാ കുന്ത ബിജാനിബിത്തൂരി, തൂർ പർവ്വതത്തിന്റെ സമീപത്ത് വെച്ച് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് റബ്ബ് വഹി കൊടുക്കുന്ന നേരത്ത് നബിയേ നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. കുറേ സന്ദർഭങ്ങളിൽ പല വിഷയങ്ങളിലും അല്ലാഹ് ഇത് പറയുന്നുണ്ട്. തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക മാ കുന്ത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ. അതേ, കഴിഞ്ഞുപോയ പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആനിലൂടെ റബ്ബ് വഹയായിട്ട് അറിയിച്ചു കൊടുത്തതിന്റെ ശേഷം പറയുന്നു, ഇതൊക്കെ മറഞ്ഞ കാര്യങ്ങളായ വാർത്തകളാണ്. ഇതൊക്കെ എന്തിനാ താങ്കൾക്ക് എങ്ങനെയാ വിവരം കിട്ടുന്നത്? നാം നിങ്ങൾക്ക് വഹി തരുകയാണ്. ഞാൻ നിങ്ങൾക്ക് വഹി തരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു താങ്കളുടെ അവസ്ഥ? നബിയേ, നിങ്ങൾക്കതിനെപ്പറ്റി ഒരു പിടിപാടുമില്ലായിരുന്നു. എന്റെ വഹി കിട്ടുന്നതിന്റെ മുമ്പ്
ഈ കഴിഞ്ഞുപോയ ചരിത്രങ്ങളെക്കുറിച്ചോ നബിമാരെക്കുറിച്ചോ അവരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചോ താങ്കൾക്കറിയില്ലായിരുന്നു. അൻത താങ്കളും വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, ഇതിനു മുമ്പ് താങ്കളോ താങ്കളുടെ ജനങ്ങളോ ഇതൊന്നും അറിഞ്ഞിട്ടുള്ളവരല്ല. അതേ അവസരത്തിൽ ഇവരെന്താണ് പറയുന്നത്? നബി തങ്ങളെക്കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താണ്? യഅലമു അഹ്വാല ജമീഇൽ മൗജൂദാതി വൽ മഖ്ലൂഖാതി വലാ തഖ്ഫാ അലൈഹി ഖാഫിയ. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികളുണ്ടോ, എല്ലാത്തിനെക്കുറിച്ചും അവയുടെ മുഴുവൻ അവസ്ഥകളും നബി തങ്ങൾക്കറിയാം. വലാ തഖ്ഫാ അലൈഹി ഖാഫിയ, ഒന്നും അവിടത്തേക്ക് അറിയാത്തതില്ല. അറിയാത്തത് എന്നത് നബി തങ്ങളെക്കുറിച്ചില്ല, എല്ലാം അവിടുന്ന് കാണുന്നു. എത്രത്തോളം? യറാ ജമീഅദ് ദുനിയാ, ദുനിയാവ് മുഴുവനും നബി തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. ബിഐനിഹിൽ മുബാറക, അവിടുത്തെ ബറക്കത്തുള്ള, അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട കണ്ണുകൊണ്ട് തന്നെ അതേ പ്രപഞ്ചം മുഴുവനും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അർത്ഥത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിക്കുന്നതെങ്കിൽ ഈ വിശ്വാസം ശരിയാണോ പ്രിയപ്പെട്ടവരെ? നബി തങ്ങൾ അറിയാത്തൊരു സംഭവമില്ല, അവിടുത്തേക്കൊരു കാര്യം അജ്ഞാതമല്ല. ഇതൊക്കെ വിശ്വസിച്ചവരാണോ നമ്മുടെ മുൻഗാമികളായ സഹാബികൾ? നിങ്ങൾ നോക്കൂ, മദീനയിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ശിഷ്യനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിലതാ വസ്ത്രത്തിൽ ഒരു മഞ്ഞ കളർ കാണുകയാണ്. നല്ല സുഗന്ധമായ, നല്ല ഒരു സുഗന്ധം പുരട്ടിയ ആ ഒരു കളറാണ് അവിടുത്തെ വസ്ത്രത്തിൽ കാണുന്നത്. നബി തങ്ങളുടെ ശിഷ്യനാണല്ലോ ആ സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ലയോ അബ്ദുറഹ്മാനേ, എന്താണ് ശരീരത്തിൽ ഒരു സുഗന്ധത്തിന്റെ പ്രത്യേക കളറ് കാണുന്നത്? മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കല്യാണം കഴിച്ചു, ഞാനിതാ അടുത്ത് തന്നെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് അതേ സ്വഹാബിയുടെ വിവാഹം നടന്നതറിയുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ ഔലിം വലഹു ബിശാത്ത്, ഒരാടിനെ അറുത്തിട്ടെങ്കിലും അതാ എനിക്കും വലീമത്ത് തരണേ, സദ്യ തരണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. അതേ മദീനത്തുള്ള തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ വീട്ടിൽ അവിടുന്ന് നിക്കാഹ് ചെയ്തത്, അവിടുന്ന് വിവാഹിതനായത് നബി തങ്ങൾ അറിഞ്ഞിട്ടില്ല. അറിയാത്തത് കൊണ്ടല്ലേ ആ ചോദ്യം? അതല്ല, അതൊക്കെ എനിക്കറിയാം, ഒരു നാടകം കളിച്ചതാണ്. ഒരിക്കലുമല്ലല്ലോ. അതേ അവിടുത്തെ പള്ളിയടിച്ചു വാരിയിരുന്ന പ്രിയപ്പെട്ടവര് സഹാബ വനിത, അവര് മരണപ്പെട്ട വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞില്ലല്ലോ. അവിടുന്ന് മദീനത്തെ പള്ളിയിൽ വന്നു നോക്കുമ്പോൾ ആ വൃത്തിയാക്കുന്ന സഹോദരിയെ കാണാതായപ്പോൾ അവരെവിടെ പോയി എന്ന് ചോദിച്ചറിഞ്ഞില്ലേ? ഞാൻ വിശദീകരിക്കേണ്ടതില്ല, സഹാബിമാര് പറഞ്ഞു കൊടുത്തില്ലേ, അവരിന്നലെ വഫാത്തായി നബിയെ. താങ്കളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ശേഷക്രിയകളെല്ലാം നിർവഹിച്ച് ഞങ്ങൾ മറമാടി നബിയെ. നബി തങ്ങൾ പരിഭവിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിവരം തന്നില്ല? അതേ ഈ പുസ്തകം എഴുതിയ മുസ്ലിയാരും ആ മുസ്ലിയാരെ വിശ്വസിക്കുന്ന മുസ്ലിയാക്കന്മാരും അനുയായികളും പറയണം, നബി തങ്ങളതാ എല്ലാത്തിനും സാക്ഷിയാണെന്നല്ലേ. ഇന്നാ അർസൽനാക ഷാഹിദാ, അങ്ങ് സാക്ഷിയാവാത്ത ഒരു വിഷയവുമില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, ഏത് കാര്യത്തിനും നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് കാണാതെ കേൾക്കാതെ അറിയാതെ ചെയ്യാനാവില്ലെന്നല്ലേ പറയുന്നത്. ഇവിടെ നബി തങ്ങളതായി വഫാത്ത് അറിഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് എന്നോട് നിങ്ങൾ ആ മരണവിവരം പറഞ്ഞില്ലെന്ന് പറയുന്നില്ലേ? പരിഭവം പ്രകടിപ്പിക്കുന്നില്ലേ? അവസാനം ദുല്ലൂനി, സഹാബിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയല്ലേ, എനിക്കവരുടെ ഖബർ കാണിച്ചു തരൂ. അങ്ങനെ ഖബർ കാണിച്ചു കൊടുത്തപ്പോൾ അതാ ഖബറിങ്ങിൽ നിന്നുകൊണ്ട് അതേ ജനാസ നമസ്കരിക്കാം എന്നുള്ള ഒരു നിയമം കൂടി അതിലൂടെ പഠിപ്പിക്കുന്ന നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ അതാ ഖബറിങ്ങിൽ വെച്ചുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം അതാ എല്ലാം കാണുകയാണ്, എല്ലാം അറിയുകയാണ്, എല്ലാത്തിനും സാക്ഷിയാണ്. അവിടുന്ന് കാണാത്തൊരു വിഷയമില്ല, അവിടുന്ന് കേൾക്കാത്തൊരു വിഷയമില്ല, അവിടുന്ന് അറിയാത്ത ഒരു വിഷയമില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്നിട്ട് അതാ ഒരുപാട് ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നു? കണ്ടുമുട്ടുന്നു. കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല ഇവര് പ്രചരിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കലൊന്നുമല്ല, ഉണർച്ചയിൽ തന്നെ ധാരാളം കണ്ടിരുന്നവരാണ് മുൻഗാമികളായ ഔലിയാക്കന്മാരെന്നാണ്. ഷാദുലി എന്ന് പറയുന്ന പേരിൽ ഒരു ത്വരീഖത്തിന്റെ നേതാവുണ്ട്. ഷാദുലി ത്വരീഖത്ത് എന്നാണ് ആ ത്വരീഖത്ത് അറിയപ്പെടുന്നത്. ആ ത്വരീഖത്തിന്റെ വക്താക്കളാണ് ആടിയും പാടിയും ചാടിയും തുള്ളിയും ചാഞ്ചാടിയും മേലോട്ടും കീഴോട്ടും ഒക്കെ ആടിക്കൊണ്ട് ദിക്ർ ചൊല്ലുന്നവര്. ആ ഷാദുലിയുടെ സ്വഭാവം എന്താണ്? മൂപ്പരെപ്പോഴും എപ്പോൾ വിചാരിച്ചാലും റസൂലുള്ളാഹിനെ കാണും. സ്വപ്നത്തിലൊന്നുമല്ല, നബിതങ്ങളെ ഇങ്ങനെ ഉണർച്ചയിൽ ഇങ്ങനെ കാണും. അത് മൂപ്പര് പറയും, ഞാൻ ഇന്നലെയും കൂടി ഇപ്പൊ നബിതങ്ങളോട് മുശാവറ നടത്തിയിട്ടേയുള്ളൂ, ഞാൻ ഇന്നലെ കൂടി അള്ളാന്റെ റസൂലിനോട് സംസാരിച്ചിട്ടേയുള്ളൂ എന്നിങ്ങനെയുള്ള ഈ കള്ളം, ഈ ബഡായി ഇങ്ങനെ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ പറയും, ഷാദുലി അങ്ങനെ ഉണ്ടാവില്ല, അതുണ്ടാവില്ല, നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ അതും ഞാൻ നബിതങ്ങളോട് ഒരിക്കൽ കണ്ടപ്പോൾ പരാതിപ്പെട്ടു എന്നാണ് ഷാദുലി പറയുന്നത്. ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷാദുലി പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നന്നാസ യുകദ്ദിബൂനി ഫീ സിഹ്ഹതി റുയതി ലക, നബിയേ അങ്ങയെ ഞാൻ ഇങ്ങനെ കാണുന്നത് അത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് ആളുകൾ എന്നെ കളവാക്കുന്നുണ്ട് നബിയേ, ഇനി ഞാൻ എന്തു വേണം എന്ന് തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവത്രേ, വഇസ്സത്തില്ലാഹി വഅളമതിഹി മൻ ലം യുഅ്മിൻ ബിഹാ ഔ കദ്ദബക ഫീഹാ ലാ യമൂതു ഇല്ലാ യഹൂദിയൻ ഔ നസറാനിയൻ ഔ മജൂസിയാ. എത്ര ഗൗരവമുള്ള വാക്കാ പറയാൻ പോകുന്നത്, കേട്ടോളൂ. നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറയാണെന്ത്? അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? വഇസ്സത്തില്ലാഹി വഅളമതിഹി, അല്ലാഹുവിന്റെ പ്രതാപവും അവന്റെ മഹത്വവും തന്നെയാണ് സത്യം. മല്ലം യുഅ്മിൻ ബിഹാ, ആരെങ്കിലും നീ എന്നെ കണ്ടു എന്ന് പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഔ കദ്ദബക ഫീഹാ, നീ എന്നെ എപ്പോഴും കാണാറുണ്ട് എന്ന വിഷയത്തെ ആരെങ്കിലും കളവാക്കുന്നുവെങ്കിൽ, ലാ യമൂതു, ആ പറയുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അവൻ മരിക്കൂല, അവൻ മരിക്കൂല. ഇല്ലാ യഹൂദിയ ഔ നസറാനിയ ഔ മജൂസിയ, യഹൂദിയായിട്ടല്ലാതെ അത്തരക്കാര് മരിക്കൂല, നസറാനിയായിട്ടല്ലാതെ അത്തരക്കാര് മരിക്കൂല, മജൂസിയായിട്ടല്ലാതെ അത്തരക്കാർ മരിക്കൂല. നോക്കണം, കണ്ടു എന്ന് പറഞ്ഞത് തന്നെ ഒരു നുണ. അങ്ങനെ ആൾക്കാർ ഇതൊക്കെ കളവാക്കുന്നു എന്ന് പറഞ്ഞപ്പോ, കളവാക്കുന്നല്ലോ നബിയെ എന്ന് ചോദിച്ചത് വേറൊരു നുണ. നബി തങ്ങൾ പ്രത്യക്ഷപ്പെട്ട് എന്നോടതിന് മറുപടി പറഞ്ഞു, നിന്നെ ഈ വിഷയത്തിൽ കളവാക്കുന്നവരൊക്കെ നല്ലോണം ചിന്തിച്ചോട്ടെ, യഹൂദിയും നസറാനിയും മജൂസിയൊക്കെ ആയിട്ടേ അവന്റെ ജീവൻ പോവുള്ളൂ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് വേറൊരു നുണ. കളവുകളുടെ പരമ്പരകൾ പറയാനൊരു ലജ്ജയുമില്ലാത്തവരാണ് ഈ മുൻഗാമികൾ തന്നെ. ഈ മുൻഗാമികൾക്കൊത്ത ആളുകളല്ലേ ഇപ്പോഴും ഇങ്ങനെ നബിതങ്ങളെ കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചക്കിക്കൊത്ത ചങ്കരന്മാര് തന്നെ. ഇവരുടെ കാര്യം എത്ര കഷ്ടമാണ് നിങ്ങൾ നോക്കൂ. ഇവർക്കൊരു വിഷയമേ അല്ല. ഒരാൾ പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ഉണർച്ചയിൽ തന്നെ ഇങ്ങനെ എപ്പോഴും കാണും, അങ്ങനെ കാണാത്ത സമയം എനിക്ക് ചുരുക്കമാണ്. ഒരിക്കൽ ഞാൻ നബിതങ്ങളെ കണ്ടപ്പോൾ നബിതങ്ങൾ എന്നെ വിളിക്കുന്നു, യാ ശൈഖൽ ഹദീസ്, ഓ ഹദീസിന്റെ ശൈഖേ, ഹദീസിന്റെ ശൈഖേ എന്ന് എന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കേണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ആ സന്ദർഭം മുതലെടുത്തുകൊണ്ടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമിൻ അഹ്ലിൽ ജന്നത്തി അന, ഞാൻ സ്വർഗ്ഗക്കാരനാണോ, ഞാൻ സ്വർഗ്ഗത്തിലാണോ നബിയേ? ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നഅം, അതെ, നീ സ്വർഗ്ഗത്തിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മിൻ ഗൈരി അദാബിൻ യസ്ബിഖ്, ഒരു ശിക്ഷയും എനിക്ക് മുമ്പുണ്ടാവില്ല
എന്നുറപ്പാണോ? ഒരു തരി പോലും ശിക്ഷിക്കപ്പെടാതെ ഞാൻ സ്വർഗത്തിലെത്തുമെന്നുറപ്പാണോ? ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലകദാലിക, അതേ അങ്ങനെ തന്നെ, ഒരൽപ്പം പോലും ശിക്ഷിക്കപ്പെടാതെ നീ സ്വർഗത്തിൽ തന്നെ. ഇതാണ് ഇവരുടെ വിശ്വാസം. ഇതൊന്നും എല്ലാ ആളുകൾക്കും അറിയൂല. ഇവര് പറയേ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ആർക്കാ അങ്ങനെയൊക്കെ വിശ്വാസം? കേട്ടോ, ഇന്നൽ ഔലിയാ യറൗന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ളതൻ വഅന്നഹു യഹ്ളുറു കുല്ല മജ്ലിസിൻ ഔ മകാനിൻ അറാദ ബിജസദിഹി വറൂഹിഹി വഅന്നഹു യതസറഫു വയസീറു ഫി അഖ്താരിൽ അർളി വഫിൽ മലകൂത്ത് وهو بهيئته التي كان عليها قبل وفاته لم يتبدل منه شيء. ഔലിയാക്കന്മാര് അല്ലാഹുവിന്റെ റസൂലിനെ ഉണർച്ചയിൽ തന്നെ കാണുകയാണ്. വഅന്നഹു യഹ്ദുറു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകുന്നു. കുല്ല മജ്ലിസിൻ ഔ മകാനിൻ, എല്ലാ മജ്ലിസിലും എല്ലാ സ്ഥലത്തും മറാദ, നബി തങ്ങൾ എവിടെ ഹാജരാകണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അവിടെയൊക്കെ നബി തങ്ങൾ എത്തുന്നുണ്ട്. എങ്ങനെ? ബിജസദിഹി, അവിടുത്തെ ശരീരം കൊണ്ട് തന്നെ, വറൂഹിഹി, അവിടുത്തെ ആത്മാവ് കൊണ്ടും. അപ്പൊ ശരീരവും റൂഹും കൂടിയതാണല്ലോ അല്ലാഹുവിന്റെ റസൂല്. ആ നബി തങ്ങൾ ജീവനോടെ തന്നെ അവിടുത്തെ ജസദ് കൊണ്ട് അവിടുത്തെ റൂഹും ഉള്ളത് നിലയ്ക്ക് തന്നെ അവിടുന്ന് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല വഅന്നഹു യതസറഫു, അവിടുന്ന് കൈകാര്യം നടത്തുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ അവിടുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വയസീറു, അവിടുന്ന് സഞ്ചരിക്കുകയാണ്. ഫി അഖ്താരിൽ അർളി വഫിൽ മലകൂതി, അതേ ഈ ബ്രഹ്മാണ്ഡ കടാഹങ്ങളിൽ മുഴുവനും എല്ലാത്തിലും അവിടുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. എങ്ങനെ? വേഷം വരെ പറയുന്നുണ്ട്. വഹുവ, അവിടുന്ന് ബിഹൈഅതിഹില്ലതി കാന അലൈഹാ ഖബ്ല വഫാത്തി, അവിടുത്തെ വഫാത്തിന്റെ മുമ്പ് അവിടുത്തെ ശരീരത്തിന്റെ പ്രകൃതിയും വേഷവും എങ്ങനെയായിരുന്നുവോ അതേ രൂപത്തിലും കോലത്തിലും തന്നെ വരുന്നുണ്ട്. ലം യതബദ്ദൽ മിൻഹു ശൈഉൻ, ഒരു മാറ്റവും ഒരു നിലക്കും വരാത്ത നിലക്ക് അങ്ങനെ തന്നെ വരുന്നു. ഇത്തരത്തിലുള്ള ചപ്പടാച്ചികളൊക്കെ പണ്ടും പലരും പറഞ്ഞപ്പോൾ മഹാന്മാരായ നേതാക്കന്മാര് പണ്ടേ പറഞ്ഞു, തലക്ക് അല്പമെങ്കിലും മൂണയുള്ളവൻ ഇതൊരിക്കലും അംഗീകരിക്കൂല, ജാഹിലല്ലാതെ ഇത് വിശ്വസിക്കൂല. കാരണം ഇവരൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടെങ്കിൽ ഇവരും സഹാബിമാരാവണ്ടേ, ഇവരും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇവരെയും എണ്ണണ്ടേ. അതാ കോട്ടിക്കുളം ഖാദിരി വരെ കണ്ടു എന്നല്ലേ പറയുന്നത്. കാസർകോട്ടിനടുത്തുള്ള കാഞ്ഞങ്ങാടിനടുത്ത് കോട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തൊരു ഖാദിരി. എന്താ ഖാദിരി? ആ ഖാദിരി വലിയ ഔലിയയാണെന്നാണ് AP ഭാഗത്തിന്റെ വിശ്വാസം. AP ഭാഗത്തിന്റെ വലിയ ഔലിയയാണ് ഖാദിരി. അതേ അവസരത്തിൽ മുജാഹിദുകൾ ഔലിയാക്കന്മാരെ തെറി പറയുന്നു എന്നല്ലേ പറയാറുള്ളത്. എന്നാൽ ഈ വിഭാഗം ആളുകൾ വലിയ ഔലിയയായി കൊണ്ടു നടക്കുന്ന ഖാദിരിയെ സംബന്ധിച്ച് EK ഭാഗം എന്താണ് പറയുന്നത്? EK ശംസുൽ ഉലമ എന്ന് പറയുന്ന EK പാടുകയാണ്, ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ പാദിരി ഔകാമുദില്ലിൽ പാദിരി, ഓഹോ ഇതെന്തൊരു മാതിരി. എന്താണ് ആ പറഞ്ഞതിന്റെ ആശയം? ഖദ് ജാഅ ഫീനാ ഖാദിരി, ഇതാ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു ഖാദിരിയാണത്രേ വന്നിരിക്കുന്നു. മിസ്ലൽ ഹിമാരിൽ ഹാദിരി, തലയിലൊന്നുമില്ലാത്ത കഴുതപ്പാതിരിയാണ്. ഇത് ഖാദിരിയല്ല, ഇത് ഹിമാറാണ് എന്നാണ് ശംസുൽ ഉലമ പാടിയത്. മാത്രല്ല ഔകാമുദില്ലിൽ പാതിരി, ഇത് വഴിപിഴപ്പിക്കാൻ വന്ന അച്ഛൻ പാതിരിയാണ്. ഇത് ഇസ്ലാമിന്റെ ഖാദിരിയല്ല. ഓഹോ ഇതെന്തൊരു മാതിരി, വല്ലാത്ത സാധനമാണല്ലോ ഇത്. എന്താ മൂപ്പരുടെ വിശേഷണങ്ങൾ? ഒരു വഖ്ത് നിസ്കരിക്കൂല, ആർക്കും കൈ കൊടുക്കൂല. ആർക്കെങ്കിലും കൈ കൊടുത്താൽ അപ്പ പോയിട്ട് കൈ കഴുകും. കുളത്തിൽ തന്നെ എഴുത്തിക്കാഫ്, അവിടുന്ന് നീക്കൂല.
ജുമാക്ക് പോകൂല, ജമാഅത്തിന് പോകൂല. ആരെങ്കിലും മൂപ്പരോട് വന്നിട്ട് മകളെ കെട്ടിക്കാനുണ്ട്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം പറയും, ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവര്, എനിക്കൊന്ന് നിക്കാഹ് ചെയ്തതാ, പിന്നെ കെട്ടിച്ചോടുത്തോന്ന് പറയും. ഇങ്ങനെ 19ഓളം നിക്കാഹ് നടത്തിയ വീരനാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, കേരളനാടെന്ന് പറയുന്ന EK വിഭാഗത്തിന്റെ സമസ്തയുടെ അവരുടെ തന്നെ ആളുകൾ അവരുടെ തന്നെ പത്രങ്ങളിൽ എഴുതിവിട്ടതാണ്. അതേ ലേഖനത്തിലുള്ള വരികളാ നിങ്ങൾ കേട്ടത്. ഖദ് ജാഅ ഫീനാ ഖദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കാ മുദില്ലിൽ പാദിരി. ഓഹോ, ഇതെന്തൊരു മാതിരി! ആ പറയുന്ന ഖാദിരി എന്ന് പറയുന്നയാള് അല്ലാഹുവിന്റെ റസൂലിനെ മൂപ്പർ എപ്പോഴും കാണും. മൂപ്പർക്കൊരു വിഷയമല്ല. നബി തങ്ങൾക്ക് കാണാൻ പറ്റിയൊരു സാധനം എപ്പോഴും കാണും. കാണുന്ന മാത്രല്ല, ഈ കാന്തപുരത്തിന്റെ വലിയ മധുഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ചങ്ങാതിണ്ട്. ആ ചങ്ങാതി ഒരിക്കൽ പറയണത്, അബ്ദുൽ അസീസ് ഖാദിരി എന്നോട് നേരിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോടാ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നമുക്ക് സംശയവും. എന്നോടാ പറഞ്ഞത്, നേരിട്ടാ പറഞ്ഞത്. പറഞ്ഞ ആളും കുഴപ്പം, കേട്ടോനും കുഴപ്പം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്താ കേട്ടത്? കൂട്ടിക്കുളം ഖാദിരി വീട്ടിലിങ്ങനെ നിൽക്കുമ്പോ അതാ പുറത്തുനിന്ന് ആരവാരങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു. ആരവാരങ്ങൾ കേൾക്കുമ്പോ കുറെ ആളുകൾ ഇങ്ങനെ വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു വിളിയാളം കേട്ടു, ഇതാ റസൂലുള്ള വരുന്നു, റസൂലുള്ള വരുന്നു എന്നിങ്ങനെ അനൗൺസ്മെന്റാ. അതിങ്ങനെ കേട്ട് ഖാദിരി പുറത്തിറങ്ങി നോക്കുമ്പോ അതാ കുതിരപ്പുറത്ത് അള്ളാന്റെ റസൂലിരിക്കുന്നു. സഹാബാക്കൾ മുഴുവനും ബാക്കിലുണ്ട്. നേരെ കോട്ടിക്കുളത്തെ ഖാദിരിയുടെ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ച്, ഖാദിരി എന്നും പറഞ്ഞ് നബി തങ്ങൾ എന്നെ മുത്തമിട്ടു എന്ന് കരഞ്ഞുകൊണ്ട് ഖാദിരി എന്നോടാണ് പറഞ്ഞതെന്ന് ഇതേ മുസ്ലിയാരിങ്ങനെ ഒരു നിലക്കും നാണമില്ലാതെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകമായ നിർദ്ദേശം കിട്ടിയിട്ട് ഇപ്പോൾ മുടി കിട്ടി എന്ന് പറയുന്ന ആ ടിയാനെ സംബന്ധിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇല്ലാത്ത കെട്ടുകഥകളതാ നിരന്തരം അടിച്ചിറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വലിയ മുമ്പേ അവിടുന്ന് പറഞ്ഞു പോയിട്ടുള്ള പ്രവചനത്തിന്റെ സത്യമായ പുലർച്ച ഓരോ വർഷങ്ങളിലും പുലരുകയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത്? ദജ്ജാലൂന കദ്ദാബൂൻ, കള്ളം കെട്ടിപ്പറയുന്ന ദജ്ജാലുകൾ വരാനിരിക്കുന്നു. അതേ മുൻഗാമികളായ മഹത്തുക്കൾക്കോ മുസ്ലിമീങ്ങൾക്കോ അവരിതുവരെ വിശ്വസിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി, അവരാചരിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി കള്ളത്തരങ്ങളുമായ വാർത്തകളുമായിട്ട് വരുന്ന ദജ്ജാലുകൾ സൂക്ഷിക്കണേ. പിഴപ്പിക്കല്ല ജനങ്ങളെ, അവരൊരിക്കലും നിങ്ങളെ പിഴപ്പിക്കരുത്, പെട്ടുപോകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഏത് സന്ദർഭങ്ങളിലും ഇവരുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. എത്രയോ ആളുകൾ ഇവരെ കാണുന്നുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് അവരോടിങ്ങനെ സംസാരിക്കുന്നു. ഇവരങ്ങോട്ട് സംസാരിക്കുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, ഇങ്ങോട്ട് മറുപടി പറയുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടില്ലാത്തത്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടില്ലാത്തത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് അവിടുത്തെ ഭൗതികമായ ശറഫാക്കപ്പെട്ട ശരീരം അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലതാ വഫാത്തായി കിടന്നപ്പോൾ എവിടെയാണ് ഖബർ വെട്ടേണ്ടത് എന്ന തർക്കമുണ്ടായിട്ട് അവസാനം തീരുമാനം വന്ന് അവിടെ തന്നെ ഖബർ വെട്ടിയിട്ട് ആ ശറഫാക്കപ്പെട്ട ശരീരം അന്ന് ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ചതാണ്. ഇനി ആ ശരീരമതാ മുസ്ലിമേ, നമ്മുടെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു തന്ന ഹദീസ് പ്രകാരം ഇനി ആ ഖബറിൽ നിന്ന് ആ ശരീരം അതേ പുറത്തേക്ക് പൊട്ടിപ്പിളർന്നുകൊണ്ട് വരുന്നത് ഖിയാമത്ത് നാളിലാണ്. അതിന്റെ മുമ്പായിക്കൊണ്ട് ആ തിരുശരീരം ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതല്ലാത്തൊരു വിശ്വാസമാണുള്ളതെങ്കിൽ അതിന് പ്രമാണം പറയട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖബറിൽ നിന്ന് പലർക്കും കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തു എന്നും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മുത്തമിട്ടു എന്നുമൊക്കെ പറയപ്പെടാറുണ്ടല്ലോ. റിഫായി ശൈഖ് സിയാറത്തിന് ചെന്നപ്പോൾ കവിത പാട്ട് കേട്ടപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഫിഹാലത്തിൽ ബുർദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർദ അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. അഹ്മദുൽ കബീർ റിഫായി മദീനത്ത് പോയി നിന്നിട്ട് പാടുകയാണ്, ഓ നബി തങ്ങളെ, എല്ലാ വർഷവും ഞാൻ ഇങ്ങോട്ട് സിയാറത്തിന് പറഞ്ഞേക്കാറുള്ളത് എന്റെ റൂഹിനെ മാത്രമാണ്, എനിക്ക് വരാൻ കഴിയാറില്ല. പകരം ഞാൻ എന്റെ റൂഹിനെയാണ് ഇങ്ങോട്ട് വിടാറുള്ളത്. ഇക്കൊല്ലം അങ്ങനെയല്ല തങ്ങളെ, ഞാനിതാ മുഴുവനായും വന്നു നിൽക്കുകയാണ്. എന്റെ ശരീരവും ഇവിടെ തങ്ങൾ കാണുന്നില്ലേ, എന്റെ റൂഹും തങ്ങൾ കാണുന്നില്ലേ. എനിക്കൊരു മോഹമുണ്ട് നബിയേ, അതെന്താണ്? കയ്യൊന്ന് പുറത്തേക്ക് നീട്ടിത്തരണം, ഞാനൊന്ന് മുത്തട്ടെ, ഞാനൊന്ന് ചുംബനമർപ്പിക്കട്ടെ. അതേങ്ങ് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയ്യങ്ങ് പുറത്തേക്ക് ഇട്ടുകൊടുത്തു. വഫീ റിവായത്തിൻ ഉഖ്റാ, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇത് കൈ മാത്രമേ പുറത്തേക്കിട്ടു എന്നാണ് ഒരു റിപ്പോർട്ടിൽ. അതേ മറ്റൊരു കസ്സാബിന്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ളത് എന്താണ്? അതേതാണ് കസ്സാബ്? അതേ യഥാർത്ഥത്തിൽ സമസ്തയുടെ കാവലാളാണെന്നും സുന്നികളുടെ കാവലാളാണെന്നും ഒക്കെ വിശേഷിപ്പിച്ച KVM പന്താവൂര് മുസ്ലിയാരി അയാൾ എഴുതിയത് ഇങ്ങനെ മാത്രമൊന്നുമല്ല. ഈ ബൈത്തങ്ങ് കേട്ടപ്പോഴേക്ക് പിന്നെ നബി തങ്ങൾ ഖബറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നുകൊണ്ട് മോനെ അഹ്മദ് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമിട്ടുകൊണ്ട് ഖബറിലേക്ക് തന്നെ മറഞ്ഞുപോയി. പ്രിയപ്പെട്ട മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവരല്ല മുജാഹിദുകൾ എന്ന് പറയുന്നവരോടൊന്ന് ചോദിക്ക്, നിങ്ങൾ മനസ്സിലാക്കിയ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുറത്തു വന്നുവല്ലേ? രേഖയെവിടെ? നിങ്ങളുടെ തൊള്ളയല്ലാത്ത പ്രമാണം എവിടെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലയോ? ഉമർ ഖത്താബിനോട് ഇഷ്ടമില്ലയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇഷ്ടമില്ലയോ? അലിയാർ തങ്ങളോട് ഇഷ്ടമില്ലയോ? ഫാത്തിമ ബീവിയോട് ഇഷ്ടമില്ലയോ? ആയിഷ ബീവിയോട് ഇഷ്ടമില്ലയോ? നബി തങ്ങൾ വഫാത്തായത് അവിടുത്തെ റൂമിൽ വെച്ചല്ലേ? ആയിഷ ബീവിയുടെ റൂമിൽ വെച്ച്. ആ ഖബർ അവിടെ വന്നതിന്റെ ശേഷം ഒരു കർട്ടനിട്ടുകൊണ്ട് അപ്പുറത്തല്ലേ ബീവി താമസിക്കുന്നത്? നബി തങ്ങൾ വഫാത്തായിട്ടും 40ഓളം കൊല്ലം വിധവയായി കഴിഞ്ഞ നമ്മുടെ ഉമ്മ ഒരിക്കലെങ്കിലും നബി തങ്ങൾ പുറത്തേക്ക് വന്നുവോ? നബി തങ്ങളെ കൈയൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുവോ? ആവശ്യപ്പെടാത്തത് പൂതിയില്ലാഞ്ഞിട്ടല്ല, നടക്കില്ലെന്ന് ബീവിക്കറിയാം. ബീവി ഖുർആൻ പഠിച്ചവരാണ്, ഹദീസ് പഠിച്ചവരാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം അടുപ്പമുള്ളയാളാണ്. അതേ ഭാര്യയുടെ ഉപ്പയല്ലേ, അമ്മോശങ്കാക്കയല്ലേ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഭാര്യയുടെ ഉപ്പയല്ലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോ പ്രിയപ്പെട്ട തന്റെ രണ്ട് മക്കളുടെ ഭർത്താവാകാൻ അവസരം കിട്ടിയ ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരുള്ള നേതാവല്ലേ. അലി റളിയല്ലാഹു തആല അൻഹു മകളുടെ ഭർത്താവല്ലേ. ഒരിക്കലെങ്കിലും നബി തങ്ങൾ ഇറങ്ങി വന്നുവോ? എന്തെല്ലാം പ്രശ്നങ്ങൾ സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായി, നബി തങ്ങൾ ഇടപെട്ടുവോ? നബി തങ്ങൾ പ്രശ്നത്തിന്റെ പരിഹാരം പറഞ്ഞുകൊടുത്തുവോ? ആരായിരിക്കണം ഖലീഫ എന്ന് വഫാത്ത് നടന്ന് ആ ഖബറിലേക്ക് ആ ശരീരം താഴ്ത്തുന്നതിന്റെ മുമ്പ് സ്വഹാബിമാര് തർക്കിച്ചപ്പോഴും നബി തങ്ങൾ ഇടപെട്ടിട്ടില്ല. നബി തങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കലാപമുണ്ടായപ്പോൾ, അതുപോലെ തന്നെ അലിയാരുടെ കാലത്ത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, അതുപോലെ ജമൽ സിഫീൻ പോലെയുള്ള യുദ്ധങ്ങളൊക്കെ നടന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടില്ലല്ലോ. എത്രത്തോളം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇടയ്ക്കിങ്ങനെ പറയും,
അല്ലാഹുവിന്റെ റസൂല് അതാ പല മസ്അലകളും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാത്തതുണ്ട്. നബി തങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. 2-3 വിഷയങ്ങൾ പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ, നബി തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ മാനസികമായ ദുഃഖം ഇങ്ങനെ പറയുന്നതായി ബുഖാരിയിലില്ലേ, നമുക്ക് കാണാൻ സാധ്യമല്ലേ? അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വിഷമം പറയുന്ന നേരത്തെങ്ങാനും അല്ലാഹുവിന്റെ റസൂല് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യാ ഉമർ ലാ തഹ്സൻ, ഉമറേ നീ ദുഃഖിക്കേണ്ട, നീ ആ സംശയിക്കുന്ന വിഷയങ്ങളുടെയൊക്കെ ഹുക്മ് കദാ വകദാ, ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞുപോയില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവർക്കാർക്കും പരിചയമുള്ള ഒരു ദീനിലല്ല ഇന്നിക്കൂട്ടർ വിശ്വസിക്കുന്നത്. ഇവരുടെ പൈതൃകം എങ്ങോട്ടാണ് മടങ്ങുന്നത്? ഇസ്ലാമിലേക്കല്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമും ഇവരിന്ന് കൊണ്ട് നടക്കുന്ന മതവും തമ്മിൽ ഒരു ബന്ധവും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നബി തങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടല്ലാതെ പിന്നെ ചോദിക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ടോ? എന്തിനും നബി തങ്ങളോടാണ് ചോദ്യം. യാ റസൂലൽ ഇലാഹി ഇന്നി ളഈഫു ഫശ്ഫീനി അൻത മഖ്സദുൻ ലീ ശിഫാഇ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ദുർബലനാണ്, എനിക്ക് ശിഫ നൽകണം. എന്റെ രോഗത്തിന് മുഴുവൻ ശിഫ നൽകുന്ന എന്റെ ലക്ഷ്യകേന്ദ്രം അങ്ങാണ്. യാ റസൂലൽ ഇലാഹി ഇല്ലം തുഗീസ്നി ഫഇലാ മൻ തറായകൂനുൽ തിജാഇ. നബിയെ, അങ്ങനെ സഹായിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ